സ്നേഹ ബഹുമാനപ്പെട്ട ബാബു അച്ഛ, ബഹുമാനപ്പെട്ട സ്റ്റാൻഡ അച്ഛ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെ ആകാംക്ഷാപൂർവ്വം നമ്മുടെ പ്രിയപ്പെട്ട ബാബു അച്ഛന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അച്ഛൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഫാമിലി ഡേയുടെ ഒരു ഫോർമൽ മീറ്റിംഗ് നമ്മളിപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് അന്തരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പായുടെ അനുസ്മരണയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാവോ? ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് ഫ്രാൻസിസ് പാപ്പായുടെ നിത്യജീവന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം പുതുതായി തിരഞ്ഞെടുക്കാൻ പോകുന്ന അഭിമന്യ പാപ്പായ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കോൺക്ലേവിലേക്ക് പോകുന്ന എല്ലാ കർദിനാളന്മാരെയും നമുക്ക് പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് മൗനമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. Thank you. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട ബാബു അച്ഛനെ വളരെ ഔദ്യോഗികമായിട്ട് നമുക്ക് ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അച്ഛൻ എന്നും പ്രത്യേകിച്ച് നമ്മുടെ ബോൾട്ടൺ കമ്മ്യൂണിറ്റിയാണ് വളരെ അടുത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ പ്രാവശ്യം നമ്മുടെ ഇവിടെ നിന്ന് സംബന്ധിക്കുന്ന പല പ്രോഗ്രാമുകളിലും ഇവിടെ ഒന്ന് സംബന്ധിക്കുകയെല്ലാം ചെയ്ത് നമുക്ക് എല്ലാവർക്കും വളരെ ചെറിയ പരിചയനാണ്. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഒരുപക്ഷെ അച്ഛനെ പരിചയമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അച്ഛൻ ജോഷി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അച്ഛൻ നമ്മളുടെ കത്തീഡ്രൽ പള്ളിയുടെ വികാരിയച്ഛനാണ്. നമ്മുടെ എപ്പാർക്കിയുടെ കാറ്റഗിസം കമ്മീഷൻ്റെ ചെയർമാനാണ്. ഒപ്പം നമ്മുടെ എപ്പാർക്കിയിൽ നമ്മുടെ SMY പ്രോഗ്രാം, യൂത്തിൻ്റെ പ്രോഗ്രാം, അതിനൊരു അടിസ്ഥാനമിട്ടത് അച്ഛനാണ്. ഓർമ്മിക്കുന്നുണ്ടാവും. നമ്മുടെ ബോൾട്ടൺ, നമ്മുടെ മിഷനിൽ നമ്മുടെ SMYന്റെ യൂണിറ്റും ഉദ്ഘാടനം ചെയ്തത് അച്ഛൻ വന്നാണ് ഇതെല്ലാം സ്ഥാപിച്ചത്. ഒപ്പം തന്നെ നമ്മളുടെ സഭയുടെ ഫോർമേഷൻ്റെ മേഖലയിൽ അച്ഛൻ്റെ സേവനം വളരെ നിസ്തുലമാണ്. നമ്മളുടെ നമ്മുടെ മൈനർ സെമിനാരിയുടെ റെക്ടർ അച്ഛനായിരുന്നു. വളരെയേറെ വർഷങ്ങൾ ഈ അടുത്തിടയ്ക്കാണ് അച്ഛൻ ആ ചുമതലയിൽ നിന്ന് മാറിയത്. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ നമ്മുടെ രൂപതയിലെ യുവജനങ്ങൾ അവർ വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് മുമ്പുള്ള പ്രീ കാനറ്റ് കോഴ്സ്, അതിന് ഡയറക്ടർ അച്ഛനായിരുന്നു. അങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ അച്ഛനെ പറ്റി പറയാനുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എനിക്ക് അച്ഛനെ പറ്റി ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം യുവജനങ്ങളുമായുള്ള അച്ഛൻ്റെ ആ ബന്ധമാണ്. സഭയുടെ മുന്നോട്ടുള്ള ആ പോക്കിൽ, മുന്നോട്ടുള്ള കാലങ്ങളിൽ സഭ എങ്ങനെയായിരിക്കുമെന്നുള്ള വളരെ വ്യക്തമായ ഒരു ദർശനം, ഒരു ബോധ്യമുള്ള അച്ഛന് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ രൂപതയുടെ അടിസ്ഥാനപരമായ തത്വങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് വളരെ ശക്തമായിട്ട് അത് ഓൾട്ടർ സേവേഴ്സിനെ ഫോം ചെയ്യുന്നു, SMY വഴി യുവജനങ്ങളെ ഫോം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ മിനിസ്ട്രിയൽ പ്രീസ്റ്റ്ഹുഡിനുള്ള ഫോർമേഷൻ, നമ്മുടെ സെമിനേറിയൻസിനെ ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കാറ്റഗിസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമുള്ള കാറ്റഗിസത്തിൻ്റെ എല്ലാ മേഖലകളിലും അതെങ്ങനെയാണ് നമ്മുടെ സഭ വിവക്ഷിക്കുന്ന രീതിയിൽ കാറ്റഗിസം എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരണം, അതിന് ശക്തമായ അടിത്തറയിട്ട് ഇന്നും അതിൻ്റെ ചെയർപേഴ്സണായിട്ട് അത് അച്ഛൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വളരെയേറെ സന്തോഷത്തോടൊപ്പം തന്നെ ഒരു ചെറിയ വേദനയുടെ ഒരു വാർത്ത കൂടി പങ്കുവയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രൂപതയിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് അച്ഛന് സേവനത്തിന് ശേഷം അച്ഛനെ മാതൃരൂപതയിലേക്ക്, പുതിയ മേഖലയിലേക്ക് അച്ഛൻ തിരിച്ചു പോവുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കാറ്റഗിസത്തിൻ്റെ ചുമതലയിലേക്ക്. അപ്പോൾ അച്ഛന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും എന്നും അച്ഛനോടൊപ്പം ഉണ്ടായിരിക്കും. അച്ഛൻ്റെ എല്ലാ സേവനങ്ങൾക്കും, അച്ഛൻ നമുക്ക് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകൾക്കും സർവശക്തനായ ദൈവം അച്ഛന് പ്രതിഫലം തരും എന്നുള്ളത് ഉറപ്പാണ്. ആ പ്രതിഫലം നമ്മളിലൂടെയാണ്, നമ്മുടെ അടുത്ത തലമുറ
ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അച്ഛന് ആ ഒരു പ്രതിഫലം കൊടുക്കുന്നത്. അതിന് നമുക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.